ഈ തോൽവിയോടുകൂടി CPM-ന് തന്നെ കിട്ടിയ ഗുണം എന്താന്ന് പറഞ്ഞാൽ അതിൻ്റെ അണികൾക്ക് നേതൃത്വത്തോട് ചോദ്യം ചോദിക്കാനുള്ള ശേഷി തിരിച്ചു കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഈ തോൽവിക്ക് ശേഷം സാധാരണഗതിയിൽ മേൽക്കമ്മിറ്റി എന്നൊരു റിപ്പോർട്ട് ഉണ്ടാക്കി അത് താഴേക്ക് കൊടുക്കും, താഴെ ചർച്ച ചെയ്യുന്ന രീതിയായിരുന്നു. അതിനു പകരം താഴേന്ന് വരട്ടെ എന്ന തീരുമാനം ആദ്യമെടുത്ത് അവിടം തൊട്ട് തന്നെ ആ ചോദ്യം ചോദിക്കാനും മറുപടി പറയിപ്പിക്കാനുമുള്ള ശേഷി അണികൾക്ക് കിട്ടി എന്നുള്ളതാണ് ഈ തിരുത്തൽ പ്രക്രിയയുടെ ഏറ്റവും ഗുണം. ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഈ കുഴപ്പം എന്താണ് എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇനി ആ കുഴപ്പങ്ങൾ എങ്ങനെ തിരുത്താം എന്നിടത്തേക്കാണ് തീരുമാനമെത്തേണ്ടത്. അവിടെ കണ്ണടച്ചിങ്ങനെ ഇരുട്ടാക്കിയിട്ടൊന്നും കാര്യമില്ല എന്ന് നേതൃത്വവും തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് നോക്കൂ, താഴെത്തട്ടിൽ നിന്ന് വന്ന വിമർശനങ്ങൾ 14 ജില്ലാ കമ്മിറ്റികളും ചേർന്ന് കൊടുത്ത റിപ്പോർട്ട്, ആ റിപ്പോർട്ടിനെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ക്രോഡീകരിച്ചിട്ടാണ് ഇപ്പം 2 ദിവസം സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പോയത്. ഇന്നിപ്പോൾ എന്താണ് സംസ്ഥാന കമ്മിറ്റി നടന്നിരിക്കുന്നത്? ആ റിപ്പോർട്ട് തിരുത്തണമെന്ന് സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെടുകയാണ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ആവശ്യപ്പെടുകയാണ്. കാരണം വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെ പറയുന്നു, ഇത്രയും പോര കേട്ടോ ഈ റിപ്പോർട്ടിൽ എന്നുള്ളതാണ് സെക്രട്ടേറിയറ്റിനോട് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ പറയുന്നത്. കാരണം വെള്ളാപ്പള്ളിയെ ശക്തമായി തള്ളിപ്പറയുക മാത്രമല്ല, വർഗീയതയോട് സ്വീകരിച്ച അഴകുഴമ്പ സമീപനം ഇനി പറ്റില്ല എന്ന് നേതൃത്വത്തിൻ്റെ മുഖത്ത് നോക്കി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളിൽ നിന്ന് തന്നെ വിമർശനം വന്ന ദിവസമാണ് ഇന്ന്. അതുകൊണ്ട് ആ പാർട്ടിക്ക് തിരുത്താൻ കിട്ടുന്ന ഏറ്റവും അടിസ്ഥാനപരമായ ഘട്ടമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.